കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് കൃഷിയുടെ വിശേഷങ്ങളാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിനെ തൊട്ടറിഞ്ഞ, കൃഷി വിഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു യുവ കർഷകനെ പറ്റി അറിയാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ നിലവിൽ അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങി വിജയകരമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി മൂക്കന്നൂര് വട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കപ്പോൾ അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. താങ്കളുടെ നിഷാദ്, താങ്കള് പ്രവാസ ജീവിതം വരുന്നത്. പ്രവാസ ജീവിതം വിട്ടിട്ട് എത്ര നാളായി ഇപ്പോ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട്? 9 വർഷം. അപ്പോ പ്രവാസ ജീവിതം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താണ്? പ്രവാസി ജീവിതം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ അവിടെ കൃഷിയോടുള്ള താല്പര്യങ്ങൾ, ജോലി അവിടെ ആ സൊസൈറ്റി അവസാനിച്ചു, നിർത്തി പോകുന്നു. ഇവിടെ കൃഷിക്കാരന്മാരെ കൃഷിക്കാരായിരുന്നു. അങ്ങനെ അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ താങ്കള് കൃഷിയോട് താല്പര്യമുള്ള ഒരു ഫാമിലിയാണ് താങ്കളുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടുള്ള ജീവിതത്തിലും കൃഷിപരമായിട്ട് മുന്നോട്ട് പോകാനാണ് താങ്കൾ ഇഷ്ടപ്പെട്ടത്. അപ്പൊ പ്രധാനമായിട്ടും കൃഷി എന്തൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നെല്ല്, വാഴ, കപ്പ, പച്ചക്കറികളാണ്. നെല്ല് ഏതിനാണ് താങ്കൾ ചെയ്യണത്? നെല്ല് ജ്യോതിയാണ്. ജ്യോതി കൂടാതെ വേറെ ഏതെങ്കിലും? ജ്യോതി കഴിഞ്ഞ കൊല്ലം പൊന്മണി വെച്ചു, ഈ കൊല്ലം ജ്യോതി. ഈ തവണ എങ്ങനെയുണ്ട്? അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? വിളവ് കുഴപ്പമില്ല, നല്ല വിളവാണ്. വിളവ് ഇപ്പൊ എടുത്തായിരുന്നോ? കൊയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമുക്കുള്ളത് കപ്പ കൃഷിയാണ്, വാഴ കൃഷിയാണ്. വാഴ ഏത് വാഴകളാണ്? നാടൻ വാഴ. അതിൽ ഏതൊക്കെയാണ്? റോബസ്റ്റ്, അങ്ങനെ നേന്ത്രന് കൂടുതൽ, റോബസ്റ്റ് കുറച്ചുണ്ട്. ഈ എല്ലാ കൃഷികളും ചെയ്യുന്നതിന് വളരെ സന്തോഷകരമായിട്ട് വളരെ വിജയപ്രദമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോണു. അരി മേടിക്കാൻ ആരുടെ അടുത്തും പണിക്ക് പോകണ്ട, സ്വന്തമായിട്ട് പണിയെടുത്ത് സ്വന്തമായിട്ട് ജീവിക്കും. ഒരിക്കലും നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ പറഞ്ഞുള്ള നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വരാൻ സാധ്യത. നഷ്ടത്തിലാണെങ്കിലും പോലും നമുക്ക് അത് തരണം ചെയ്ത് പോകാം. കൊറോണ സമയത്ത് നഷ്ടമായിരുന്നു. ഒരു 1.5 കൊല്ലം നമ്മുടെ ഒരു 1.5 കൊല്ലത്തെ സേവനം നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചെയ്തു. സന്തോഷമുണ്ട് അതിൽ. നമുക്കപ്പോ ബാക്കി താങ്കളുടെ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു കപ്പ പറിച്ച് കാണിച്ചു തരേണ്ട. ഏതെല്ലാം കപ്പയാണ് ശരിക്കും? രാമൻ കപ്പ. ഇത് ഏത് സീസണിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും? സീസണിലും കൃഷി ചെയ്യാം നമുക്ക് കപ്പ. വളരെ, അതായത് സംഭവം ഇതിന് വളങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടതാണ്? കോഴിവളം. പിന്നെ അത് ഏത് സമയത്ത് ഇട്ട് കൊടുക്കണം നമ്മള്? അത് അടിവളമാണ് കോഴിവളം കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ മൂടില് കഴിയുമ്പോ കോഴിട്ട് മൂടാം. ഇതിന്റെ നന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ കാര്യം വെള്ളമുണ്ട്, വെള്ളം ഇറങ്ങി പൊക്കോളും. പ്രത്യേകിച്ച് ഒരു നന വേണ്ട. അപ്പൊ ഒരു വർഷത്തിൽ നമുക്ക് എത്ര പ്രാവശ്യം ഇത് നമുക്ക് 8 മാസം വേണം വിളവെടുക്കാനായിട്ട്? ഒരു പ്രാവശ്യം നട്ടതിന് ശേഷം നമ്മൾ 8 മാസത്തിന് ശേഷം വിളവെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ കപ്പ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നഷ്ടം വരില്ല, ഒരിക്കലും നഷ്ടം വരില്ല. ണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മണ്ണ് നമുക്ക് അതിനുള്ള പ്രതിഫലം തരും. തീർച്ചയായിട്ടും തരും. ഓക്കെ. ഇത് ഏകദേശം എത്ര ഏക്കറിൽ കപ്പ കൃഷി ഉണ്ട് താങ്കൾക്ക്? ഇപ്പൊ മൊത്തം നമുക്കൊരു 6 ഏക്കർ കൃഷി ഉണ്ട്. കപ്പ ഏക്കർ ഉണ്ട്. കപ്പ കൃഷി കാര്യങ്ങൾക്കായിട്ട് താങ്കൾ ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ ആള് പണിക്കാരുണ്ട്? വളരണ സമയത്ത് പണിക്കാരനെ വിളിച്ച് ചെയ്യുന്നുണ്ട്. 1-2 ആൾ വിളിക്കും. അല്ലാതെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് സഹായത്തിന് പശു ഉണ്ട്. കാരണം വീട്ടിൽ നിന്ന് വരവ് കുറവാണ്. പിള്ളേര് സ്കൂളില് പിള്ളേരുടെ കാര്യം നോക്കണം. വീട്ടിലപ്പോ ഭാര്യയുണ്ട്, അമ്മച്ചിയുണ്ട്. കുട്ടികൾ എത്ര? 2 പേര്. 2 കുട്ടികൾ. അപ്പൊ കുടുംബജീവിതവും ഇതൊക്കെ ആയിട്ട് നമ്മള് അവിടെ സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ അദ്ദേഹം പറഞ്ഞല്ല 6 ഏക്കറോളം നമ്മുടെ കപ്പ കൃഷിയുണ്ട്. അപ്പോൾ
വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പ മാത്രമല്ല, അദ്ദേഹത്തിന് വാഴക്കൃഷിയുണ്ട്, കൂടാതെ തന്നെ നെല്ലിൻ്റെയും കൃഷിയൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അതിലേക്കും പോവാട്ടോ. താങ്കളപ്പോ ഇതിന്റെ വിപണന സാധ്യത എങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കടകളിൽ ആ സെയിലാണ്. കടകളിൽ എന്നും കൊണ്ടുകൊടുക്കും രാവിലെ. ഇത് ഒന്നിച്ച് താങ്കൾ പറിക്കണം? ഒന്നിച്ച് പറിക്കല്ല, ഒരു 150 കിലോ 150 കിലോ പറിച്ച് ഓരോ കടകളിൽ എത്തിക്കാണ് രാവിലെ തന്നെ. അപ്പൊ സ്ഥിരം കടകളിലേക്ക് ഉപജീവനമാർഗമായിട്ട് ഓരോ കടകളിൽ ഓർഡർ ആയിട്ടുണ്ടോ താങ്കൾക്ക്? എല്ലാ ദിവസവും ഓർഡർ ആയിട്ട് കൊടുക്കാണ് കടകളിൽ. നമുക്ക് അടുത്ത കൃഷിത്തോട്ടത്തിലോട്ട് പോവാട്ടോ. ഇതൊരു പുതിയൊരു സ്ഥലം റെഡിയാക്കി എടുത്തേക്കണല്ലേ? കൃഷിക്ക് വേണ്ടി പുതിയ കൃഷി ഇപ്പൊ നട്ടതാണ്. ഇതിപ്പോ നട്ടിട്ട് ഏകദേശം എത്ര 15 ദിവസമായിട്ടുള്ള 15 ദിവസം. നമ്മള് ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇനി വിളവുള്ളൂ. അതന്നെ. ഇനിയിപ്പോ ഇതിന്റേതായ വേറെ ഏതെങ്കിലും നമ്മൾ രാസവളങ്ങളോ എന്തെങ്കിലും പ്രയോഗിക്കുന്നതുണ്ട്? ഇപ്പൊ കടിയിൽ കോഴിവളം ഇട്ട് മാടി കുത്തി ഇട്ടു. ഇനിയിപ്പോ നമ്മള് പൊട്ടാഷ്യം യൂറിയയും രാജപൂസും മിക്സ് ചെയ്തിട്ട് ഒരു മൂടിൽ മൂടും. അങ്ങനെ 2 മൂടില് കപ്പയ്ക്ക് മൂടണം. അത്രേ ഉള്ളൂ. വേറെ അഡീഷണൽ അടിവളം കൊടുത്തിട്ടുണ്ട്. കോഴിവളം നല്ല കാര്യങ്ങൾ വേറെ വേണ്ട. അത് ഓട്ടോമാറ്റിക് വെള്ളം ഇറങ്ങി പോയിക്കോളും. തോട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ഓക്കെ. നമ്മളപ്പോ അടുത്ത ഒരു കൃഷി സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട പുള്ളിയുടെ ഹോബോ പാർക്ക് പബ്ലിക് ലിമിറ്റഡ് മൂക്കന്നൂർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. അതിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്. ആ വ്യക്തിയുടെ തന്നെ സ്ഥലത്താണ് അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ പച്ചപ്പ് പിടിച്ച ഒരു സ്ഥലമാണ്. നമ്മൾ ഏകദേശം പാലക്കാടൊക്കെ പോയൊരു ഫീലിംഗ് തന്നെ ഇവിടെയും കാണാനുണ്ട് നമുക്ക്. ഇതൊരു പുതിയ ഏരിയയിൽ നട്ടിരിക്കുന്ന ഒരു കപ്പത്തോട്ടമാണ്. അപ്പൊ ഇത് എത്ര നാളായി? ഇപ്പൊ 1.5 മാസമായി. ഒരു മണ്ണിട്ടു, ഒരു പ്രാവശ്യം മൂടി കഴിഞ്ഞു. വളങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോഴിവളം പൊട്ടാഷ്യം യൂറിയ രാജപൂസ് മിക്സ് ചെയ്ത് ഒരു മൂടിൽ മൂടി. നമുക്കപ്പോ അടുത്ത ഏരിയയിലോട്ട് പോയാലോ? അടുത്ത ഏരിയയിലേക്ക് പോകാം. അപ്പൊ ഈ സ്ഥലം താങ്കളുടെ സ്വന്തമാണോ? സ്വന്തമല്ല, പാട്ടത്തിനുള്ള സ്ഥലം. പാട്ടത്തിന് എടുത്തിരിക്കുന്നത്. ഇത് ആരെ നിർത്തിയിരിക്കണം? ഇവിടെ ഹീമാൻ വർക്ക്ഷോപ്പ് എടുത്തുന്ന ജോസ് കൊളങ്ങര അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിനും ഈ കൃഷിയോട് താല്പര്യമുള്ള വ്യക്തിയാണ്. ആള് കൃഷിക്കാരായിരുന്നു. ആള് കൃഷിയായിരുന്നു. രാവിലെ ഇവിടെ കമ്പനി മുന്നേക്കും കൃഷിയായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ മുതലാളി കമ്പനി. താങ്കൾക്ക് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ. പുള്ളിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഹീമാൻ ജോസ്.